പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആര് ജയിക്കും പാലക്കാട് എന്നുള്ള വലിയ ഉദ്യോഗത്തിലാണ് എല്ലാ ആളുകളും ഉള്ളത്. ഇപ്പോൾ സരിൻ ജയിക്കുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനമൊക്കെ നടത്തി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും BJP-യുടെ സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ആയിരിക്കും വിജയിക്കുക എന്നും അവരും പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ ജാർഖണ്ഡിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും ഒക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ കൃത്യമായി BJP-ക്ക് ഒരു മുൻതൂക്കമാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ആദ്യം നമുക്ക് പാലക്കാട് നിന്ന് തുടങ്ങാം. പാലക്കാട് എന്തായിരിക്കും ഒരവസ്ഥ ശ്രീധേട്ടൻ്റെ ഒരു നിരീക്ഷണത്തിൽ? പാർത്ഥൻ, നമ്മൾ ഈ ഫലം വരാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന സമയത്ത് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ വോട്ടെല്ലാം തന്നെ പെട്ടിയിലായി അവിടെ ഇരിക്കുകയാണ്. പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതല്ല എങ്കിൽ നമ്മൾ ട്രോൾ ചെയ്യപ്പെടാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, ഒരു പക്ഷേ ഈ മൂന്ന് പാർട്ടികളും കാണിച്ച അത്രയും ആവേശം പാലക്കാട്ടുള്ള വോട്ടർമാർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പലപ്പോഴും ഇതിന് ഒരു ന്യായമായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത്, ഇത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, ആര് ജയിച്ചു കഴിഞ്ഞാലും നിലവിലത്തെ ഭരണ സംവിധാനമൊന്നും തന്നെ മാറാനായിട്ട് പോകുന്നില്ല, ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല. അങ്ങനെ നോക്കിയാൽ ഇത് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫൈറ്റ് ആകുന്നത് BJP-ക്കാണ് എന്ന് പറയാം. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചെറിയ മാർജിനിൽ തോറ്റ മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ സ്ഥിതിഗതികളൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ പലപ്പോഴും മറ്റ് എതിരാളികളെ പോലും പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ പോലും പലപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളെയും വെച്ചിട്ട് ഇവിടെ എതിരാളികളെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പാലക്കാടുള്ള ആൾ ലോക്കൽ ബോയിയാണ് സ്ഥാനാർത്ഥി, മറ്റുള്ള രണ്ടുപേരും വരത്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞു പോലും BJP അവിടെയുള്ള അവരുടെ ആ ഒരു റൂട്ട്സ് ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കോളിളക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിയമത്തിന് ശേഷം BJP-ക്ക് രണ്ടാമതൊരു മണ്ഡലം കേരള നിയമസഭാ ചരിത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ മറ്റാര് വിജയിച്ചു കഴിഞ്ഞാലും അക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു പുതുമയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി എന്നുള്ളതായിരിക്കും. LDF-നെ സംബന്ധിച്ചിടത്തോളം അത് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജികളൊക്കെ ഭംഗിയായിരുന്നു എന്ന രീതിയിലേക്ക് അംഗീകരിക്കപ്പെടും എന്നതിനപ്പുറത്തേക്ക് ഭരണത്തിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമൊന്നും തന്നെ ഉണ്ടാകാനായിട്ടുള്ള സ്വാധീനമൊന്നും ഈ തെരഞ്ഞെടുപ്പിനില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കണ്ടത്. മൂന്ന് സ്ഥാനാർത്ഥികളും കൊടുമ്പിരി കൊണ്ടുള്ള പ്രചരണമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് വന്ന LDF ആണ് ഒരുപക്ഷെ ഈ പ്രചരണ രംഗത്ത് എല്ലാവരെയും ഞെട്ടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു ട്രഡീഷണൽ ഫൈറ്റാണ്. ഇപ്പോൾ 2016 നോക്കിയാലും 2021 നോക്കിയാലും ഒക്കെ തന്നെ BJP-യും കോൺഗ്രസും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ ഏതാണ്ടൊരു 3 പതിറ്റാണ്ടോളമായിട്ട് അവിടെ CPM ചിത്രത്തിലേ ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള വലിയൊരു പ്രോസ്പെക്ട്സ് ഒന്നും അവർക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആയിരിക്കും മറ്റൊരു പാർട്ടി വിട്ടുവന്ന ഒരാളിന് അവർ സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തത്. അല്ലെങ്കിൽ സാധാരണ അവരുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള പ്രബലനായിട്ടുള്ള ഒരു നേതാവിനൊക്കെ തന്നെ പരിഗണിക്കേണ്ടതാണ്. അതുപോലുമില്ല. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു മറ്റ് തൃക്കാക്കരയിലും മറ്റും ജോസഫ് മത്സരിച്ചത് പോലെയാണ് സരിൻ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ ശരിയായ ചിത്രം അറിയാൻ വേണ്ടിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയണം എങ്കിൽ പോലും വളരെ വലിയ ശക്തമായ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ കണ്ടതാണ്. BJP-യുടെ ചില പ്രതിനിധികൾ പോലും പറയുന്നുണ്ട്, അതായത് മുൻപ് LDF-ൻ്റെ വോട്ടുകളൊക്കെ അവിടെ നിന്ന് ചോർന്ന് അല്ലെങ്കിൽ ചോർത്തി കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തവണ അത് നടന്നിരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്ന് വെച്ചാൽ LDF-ൻ്റെ വോട്ടുകൾ LDF തന്നെ പിടിക്കും എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് BJP-ക്കാർ പോലും, BJP-യുടെ ചില വക്താക്കൾ പോലും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഏത് സ്ഥാനത്ത് വന്നാലും 1 ആയാലും 2 ആയാലും 3 ആയാലും നമുക്കുള്ള വോട്ട് എത്രയാണോ ആ വോട്ട് സമാഹരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു മത്സരബുദ്ധിയുണ്ട്. അങ്ങനെ വലിയ മത്സരബുദ്ധി കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്നെയുമല്ല, ഇപ്പോൾ കോൺഗ്രസിന് വലിയ സ്വാധീന ശക്തിയുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ എത്ര ശതമാനമാണ് എന്നുള്ളത് കൂടുതൽ ഫേവർ ചെയ്യുന്നത് UDF-നെ തന്നെയാണോ അതോ അത് BJP-യാണോ? കണ്ണാടി മണ്ഡലം പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ വളരെ ട്രഡീഷണലായിട്ട് ശക്തി CPM-നാണ് എന്നിരിക്കെ അവിടെ വലിയ ഓർഗനൈസ്ഡ് വർക്ക് BJP-ക്കാർ പ്രത്യേകിച്ച് RSS-കാർ നടത്തിയിട്ടുള്ളതിൻ്റെ ഫലം അവിടെ ഉണ്ടാകും എന്നുള്ള രീതിയിലത്തേക്കുള്ള പ്രചരണം. അപ്പോൾ ഇതെല്ലാം കൺവെൻഷനലായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് ജയിക്കണമെങ്കിൽ ഇന്ന പഞ്ചായത്തുകൾ
ഇന്ന പാർട്ടിക്കാരുടേതാണ് എന്നുള്ള ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക. പക്ഷെ അങ്ങനെയുള്ള കണക്കിനെ പോലും തെറ്റിക്കുന്ന രീതിയിലേക്കുള്ള അവകാശവാദങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ UDF വലിയ പക്ഷേ ശ്രീധട്ട, അവിടെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് മാത്രമായിട്ട് ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ പാലക്കാട് സരിൻ വന്നതോടുകൂടി ന്യൂനപക്ഷ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ സരിനിലേക്ക് പോവുകയും UDFൻ്റേത് ഉൾപ്പെടെ ആ ഒരു ന്യൂനപക്ഷ വോട്ടിൽ സ്പ്ലിറ്റ് സംഭവിക്കുകയും, അതോടൊപ്പം തന്നെ ഈ കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഈ വോട്ടിംഗ് ശതമാനം അല്പം കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ BJPക്ക് സാധ്യതയുള്ള, അവർ പ്രതീക്ഷ വെക്കുന്ന പാലക്കാട് നഗരമേഖലകളിൽ പോളിംഗ് വല്ലാത്ത നിലയിൽ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭിന്നത അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് C. കൃഷ്ണകുമാറിൻ്റെ വിജയത്തിലേക്ക് പോവില്ലേ? ന്യൂനപക്ഷ വോട്ടുകളിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPയെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടുത്തെ മാർജിൻ കഴിഞ്ഞ തവണ പോലും, അതും ഷാഫി പറമ്പലിനെ പോലെ വളരെ പ്രബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ, അപ്പുറത്തെ സ്ഥലത്തും അതേപോലെ തന്നെ പ്രബലനായിട്ടുള്ള ശ്രീധരൻ മത്സരിക്കുമ്പോൾ, അതിൽ ഈ വിന്നറെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന 4000-ൽ കുറവ് വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പഞ്ചായത്തും അതിനിർണായകമാണ്. അതല്ലാതെ നമുക്ക് ട്രഡീഷണലായിട്ട് ഇന്ന പാർട്ടിക്കാണ് ഇന്ന പഞ്ചായത്ത് കിട്ടുന്നത് എന്ന കണക്കെടുത്തിട്ട് കാര്യമില്ല. നമുക്കവിടെ ഒരു 10 വോട്ടെങ്കിലും കൂടുതൽ നേടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോ എന്ന് ഓരോ പാർട്ടിയും ചിന്തിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിശ്ചയമായിട്ടും BJPക്ക് ഉണ്ടാകും. കാരണം അത് BJPക്ക് പൊതുവെ കിട്ടാൻ സാധ്യതയില്ലാത്ത വോട്ടുകളാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയിലേക്ക് കൺസോളിഡേറ്റ് ചെയ്തങ്ങ് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിക്ക് BJPയേക്കാൾ ഒരു അപ്പർ എഡ്ജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ആഴ്ച നമ്മൾ കണ്ടത്. അതിലൊരുപക്ഷെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് അതിന് ബന്ധമില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷേ ഈ അവസാനത്തെ ഒരാഴ്ച നമ്മൾ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവസാനത്തെ ഒരു 4-5 ദിവസം നമ്മൾ കണ്ടിരിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ നാടകങ്ങൾ മുഴുവനും ന്യൂനപക്ഷ വോട്ടിനെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തുടങ്ങിയത് UDF ആണ്. UDF സന്ദീപ് വാര്യരെ അവിടെ അവരുടെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വർഗീയതയുടെ രാഷ്ട്രീയം താനിനി ഉപേക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്നയാൾ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പാണക്കാട് പോയിട്ട് അവിടെ തങ്ങളെ കാണുന്നു. അതിനുശേഷം നമ്മൾ കണ്ടു ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുന്നു. ഈ ആൾക്കാരെയെല്ലാം കണ്ടതിന് ശേഷം പിന്നെ സമസ്തയെ പ്രകീർത്തിക്കുന്നു. സമസ്ത സൂര്യ തേജസ്സാണ് എന്നുള്ള അഭിപ്രായം വരുന്നു. ലീഗിനെ കുറിച്ച് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു. അങ്ങനെ എല്ലായ്പ്പോഴും പറയാനായിട്ടും സ്ഥാപിക്കാനായിട്ടും അവർ ശ്രമിച്ചത്, നോക്കൂ, ഞാൻ വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു. സന്ദീപ് വാര്യർ പറയുകയാണ്, വർഗീയതയുടെ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന എനിക്ക് പിന്നീട് സ്വീകരിക്കാനുള്ള മതേതര നിലപാടുള്ള പാർട്ടി എന്നത് UDF ആണ്. അപ്പോൾ സന്ദീപ് വാര്യർ BJP അനുഭാവികളായിട്ടുള്ള വോട്ടർമാരെ സ്പ്ലിറ്റ് ചെയ്യും എന്ന് ഒരു തരത്തിൽ ചിന്തിച്ചാൽ അതിനുള്ള സാധ്യത പോലും അവസാനം അദ്ദേഹത്തിൻ്റെ ചില മോദി വിരുദ്ധ RSS വിരുദ്ധ പ്രസ്താവനകൾ കുറേയധികം ഇല്ലാതെയാക്കിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ശ്രമിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങനെ സന്ദീപിലൂടെ ഏകീകരിക്കാമെന്നാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടായിരുന്ന ഇമേജ് എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വർഗീയതയുടെ രാഷ്ട്രീയം വിട്ടിട്ട് വരുന്ന, സംഘപരിവാർ ഹിന്ദുത്വ രാഷ്ട്രീയം വിട്ടുവരുന്ന ഒരാളിന് ഇവിടെ സ്വീകരിക്കാൻ ഏറ്റവും നല്ല പാർട്ടി എന്നത് കോൺഗ്രസ് ആണ് എന്ന രീതിയിലത്തേക്കും, അങ്ങനെ കോൺഗ്രസ്സിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ, ഈ ആൾക്കാരെല്ലാം അദ്ദേഹം സന്ദർശിക്കുക വഴി അവരുടെ ആശയങ്ങളെല്ലാം താൻ ഇനി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. അതായത് നേരത്തെ ഹിന്ദുത്വ പക്ഷത്ത് നിന്നിരുന്ന ആളിന് മുസ്ലിങ്ങളെ കൂടുതൽ സമാനമായിട്ടുള്ള ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കണമെങ്കിൽ അത് കോൺഗ്രസിനൊപ്പമായിരിക്കണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം കൊണ്ടുവന്ന് അവർ ശ്രമിച്ചിരിക്കുന്ന അതാണ്. അതല്ല എങ്കിൽ മോദിയെ തള്ളിപ്പറയുകയോ RSSനെ തള്ളിപ്പറയുകയോ ചെയ്താൽ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടാൻ സാധ്യത കുറവാണെന്ന് കോൺഗ്രസിന് അറിയാം. അപ്പോൾ കോൺഗ്രസ് അവിടെ പ്രാഥമികമായിട്ട് ശ്രമിക്കുന്ന അതിനല്ല, നേരെ മറിച്ച് അതുവഴി മുസ്ലിം വോട്ടിനെ കൺസോളിഡേറ്റ് ചെയ്യാനാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും, അത് ഏത് കമ്മ്യൂണിറ്റിയാണത് കൂടുതലായിട്ട് വായിക്കുന്നത് എന്നുള്ളതറിയാം, ഈ പത്രം നടത്തുന്നത് ആരാണ് എന്ന് നമുക്കറിയാം. അവിടെ സന്ദീപ് വാര്യരുടെ പഴയ വർഗീയ പ്രസ്താവനകൾ എന്ന രീതിയിലത്തേക്ക് അത് കൊടുത്തുകൊണ്ട് ആദ്യത്തെ പേജിൽ തന്നെ പരസ്യം കൊടുത്തുകൊണ്ട് ഒരു ഇടത് തരംഗം ഇവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ആവർത്തിച്ച് ശ്രമിക്കുന്നത് ആരാണ്? അത് LDF ആണ്. അവരുടെ ഉദ്ദേശം എന്താണ്? സന്ദീപ് വാര്യർ ഇവിടെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന ആളാണ്.
അദ്ദേഹം ആ വർഗീയ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന ഒരാളിനെ സ്വീകരിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറായി. പക്ഷേ ഞങ്ങളത് തയ്യാറായില്ല. അപ്പം ഞങ്ങളിവിടെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ മുസ്ലിം പക്ഷത്ത് തന്നെ നിൽക്കുകയാണ് എന്ന് പറയാനാണ് സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും പരസ്യം കൊടുത്തിട്ട് ദേശാഭിമാനി പത്രത്തിൽ പോലും ആ പരസ്യം അവർ കൊടുക്കാതെ ഇരുന്നത്. അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്താണ്? ഇത് BJPക്ക് വിരുദ്ധമായിട്ട് വരണം, പകരം ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം എന്ന് അവരും ശ്രമിക്കുന്നു. ഇതിൽ ഒരു ബെനഫിഷ്യറി ആകാൻ ഈ പത്രപരസ്യം കൊടുക്കാതെയും ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് ചാടിക്കാതെയും ഒരു പരിധിവരെ ഒരുപക്ഷെ BJPക്കും സാധിച്ചിട്ടുണ്ടാവാം. കാരണം അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സന്ദീപിൻ്റെ പഴയ പ്രസ്താവനകളൊക്കെ തന്നെ ചർച്ചാ വിഷയമാകുന്നു. ഇതെല്ലാം തന്നെ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് ആണോ എന്ന രീതിയിലത്തേക്കുള്ള ചർച്ചയുണ്ടാകുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരാളൊരു പാർട്ടി വിട്ടതിന് ശേഷം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയത താൻ ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം വർഗീയമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണത്. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ കുറേയധികം ആൾക്കാരൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലത്തേക്ക് ചിന്തിക്കാമെങ്കിലും ഒരു പരിധിവരെ ആൾക്കാർ ചിന്തിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെ വർഗീയത പറഞ്ഞ ഒരാളിനെ എന്തിനാണ് നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി എങ്കിൽ അത് ഉടനെ തന്നെ അങ്ങനെ മാറുമോ? ഒരൊറ്റ ദിവസം കൊണ്ട് മാറുമോ? തന്നെയല്ല, അദ്ദേഹം ആശയപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള കാര്യത്തിൻ്റെ പുറത്തായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ടാകാം. കാരണം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വിയോഗമുണ്ടായപ്പോൾ മുതിർന്ന പാർട്ടി നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല തുടങ്ങിയ കാര്യങ്ങളും വർഗീയതയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് താൻ നിന്നിരുന്ന പ്രസ്ഥാനത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നതാണോ? അദ്ദേഹം പൂർണ്ണമായിട്ട് കോൺഗ്രസ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അദ്ദേഹം ശരിക്കും ഇപ്പോൾ മതേതര പക്ഷത്ത് ചേർന്നിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാരും UDFും LDFും സന്ദീപ് വാര്യർ വഴി അദ്ദേഹത്തെ കൂടെ ചേർത്തിട്ടാണെങ്കിലും അദ്ദേഹത്തെ കൂടെ ചേർക്കാതിരുന്നിട്ടാണെങ്കിലും മുസ്ലിം വോട്ടുകളിലേക്ക് വലിയ രീതിയിലത്തേക്ക് അവർ ഉന്നം വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ആത്യന്തികമായിട്ട് ആർക്ക് ഗുണമാകും എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാം, കൺസോളിഡേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസോളിഡേഷൻ സംഭവിച്ചിരിക്കുന്നത് ഏത് പ്രത്യേക പാർട്ടിയിലേക്കാണെങ്കിലും അവർക്ക് ജയസാധ്യത കാര്യമായിട്ട് വർദ്ധിക്കും. അപ്പോൾ സന്ദീപ് വാര്യർ ഇഫക്റ്റ് എങ്ങനെയാണ് എന്നത് കൂടി ഒരുപക്ഷെ ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മളെ കാണിച്ചു തരും. പല പാർട്ടികളും പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താണ്, 10,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. BJP പറയുന്നത് എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും പറയുന്നത് ഏതാണ്ട് ഒരു 5,000 മുതൽ 8,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. സരിൻ പറയുന്നത് എന്താണ്, ഏതാണ്ട് 1,40,000 വോട്ടുകൾ പോൾ ചെയ്താൽ അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്താൽ അതിൽ 70,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നാണ് അദ്ദേഹം പറയുക. മറ്റ് രണ്ട് മുന്നണികൾക്ക് കൂടി ചേർന്നിട്ട് 80,000 കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 30,000-ൽ താഴെ ഒരു പാർട്ടിക്കും പോവുകയില്ല എന്ന് ഉദ്ദേശിച്ചാൽ പോലും സരിൻ അങ്ങനെയാണെങ്കിൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. അപ്പോൾ ഈ കണക്കുകളൊന്നും തന്നെ പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇതൊരു നെക്ക് ടു നെക്ക് ഫൈറ്റ് അവിടെ ഉണ്ട് എന്നും ജയസാധ്യത ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും ഈ മൂന്ന് മുന്നണികളും ഇപ്പോഴും കരുതുന്നുണ്ട്. അവർക്കൊരു എഡ്ജ് ഉണ്ട് എന്നവർ കരുതുന്നുണ്ട് എന്നാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിലെ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിലൊരു സംശയം കൂടെ, അതായത് വഖഫിൻ്റെ വിഷയം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ട് കുറവാണെങ്കിൽ കൂടിയും അത് സാധാരണഗതിക്ക് അത് കോൺഗ്രസിന് പോകുന്ന ഒരു വോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ വഖഫിൻ്റെ വിഷയം വളരെയധികം ആളിക്കത്തുകയും അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPയിലേക്ക് പോകാനുള്ള സാധ്യത, അങ്ങനെ ഒരു BJP വോട്ട്, അതായത് ക്രിസ്ത്യൻ വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ഒരു ഫലത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകുമോ? അതിനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ മുനമ്പം വിഷയം മാത്രമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു ഫാക്ടർ ആകണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് മറ്റ് ചാവക്കാട് അല്ലെങ്കിൽ വയനാട് ഒക്കെ തന്നെ സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് വിഷയം ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തത്തിൽ തന്നെ അതിലൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ മാത്രമാണോ അവർ പാലക്കാട് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം LDF ആണെങ്കിലും UDF ആണെങ്കിലും ആ വിഷയത്തിൽ എന്ത് പക്ഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്? അവർ ഒരു ഭാഗത്ത് നിൽക്കുകയും BJP അതിനെ എതിർത്ത് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഈ മുനമ്പം വിഷയത്തിനെയോ മറ്റു വിഷയങ്ങളെയൊക്കെ തന്നെ മുൻനിർത്തി ചിന്തിക്കുന്ന ഒരാളിന് BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് താരതമ്യേന എളുപ്പം. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഒരുപക്ഷെ ഒരു സീറ്റ് കിട്ടുമെന്നതിനപ്പുറത്തേക്ക് അത് പൊളിറ്റിക്കലി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. തന്നെയുമല്ല, UDF ജയിച്ചാലും LDF ജയിച്ചാലും അവരുടെ നിലപാടിൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ UDFനെ തോൽപ്പിച്ചാലോ LDFനെ തോൽപ്പിച്ചാലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും അതിന് ഉണ്ടാകാനും പോകുന്നില്ല.
പല വിഷയങ്ങളിവിടെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വഖഫ് എന്ന് പറയുന്നത് ഒരു വിഷയം മാത്രമാണ് എങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പുമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഒന്ന് ഈ പറയുന്ന 1-2 കൂറുമാറ്റങ്ങളും, രണ്ടാമത്തേത് ഒരു നീല ട്രോളി ബാഗുമാണ്. അപ്പോൾ ആ നീല ട്രോളി ബാഗ് എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ കുറേയധികം നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വടകരയിൽ ഷാഫി പറമ്പലിന് എങ്ങനെയാണ് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കാരണമായത് എന്ന് ചോദിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമായിരുന്ന കാഫിർ സ്ക്രീൻഷോട്ടും അതേപോലെ തന്നെ ഇടത് സ്ഥാനാർത്ഥിയുടെ പോൺ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളുടെ പ്രശ്നം ഇതിലൊന്നും നാഥനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് ആയിരുന്നുവെങ്കിൽ ഇവിടെ അത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നീല ട്രോളി ബാഗും സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കുറേയധികം പ്രസ്താവനകളുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഓതൻറ്റിസിറ്റി ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പരസ്യത്തിൽ ഗാന്ധിജിയെ ചെറുതായിട്ട് വെടിവെച്ച് കൊന്നു എന്നുള്ള പ്രസ്താവനയൊക്കെ സന്ദീപിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു ചില പ്രസ്താവനകൾ അവിടെ കണ്ടസ്റ്റഡുമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മറ്റ് പല പ്രസ്താവനകളും അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ആ പ്രസ്താവനകളെ അദ്ദേഹം പോലും തള്ളുന്നുമില്ല. അദ്ദേഹം പറയുന്നത് തന്നെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ ഇപ്പോൾ എനിക്കെതിരെ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാരെ നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഈ 3 മുന്നണികളും ഈ രാഷ്ട്രീയ ആയുധങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം മാത്രമാണ് അവിടെ കാര്യമായിട്ട് പരിഗണിക്കപ്പെടുക എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ ആദർശ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൊരുതുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പറയും ഇവിടെ വികസനമാണ് ചർച്ച ചെയ്തത് എന്നൊക്കെ. സാധാരണഗതിയിൽ ഈ വികസനമൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് നമ്മൾ പറയുമെങ്കിലും കേരളം പോലെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ, ഇത്രത്തോളം ഡൈനാമിക് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ മാങ്കൂട്ടത്തിൽ ജയിക്കണോ അതോ സരിനെ ജയിപ്പിക്കണോ അതോ BJP അക്കൗണ്ട് തുറക്കണോ നിയമസഭയിൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയാകും. അതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോ മറ്റ് വികസനമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ആൾക്കാർ സാധാരണ ചിന്തിക്കുക ഇവിടെ ആരെ ജയിപ്പിക്കണം, അതായത് ഏത് പാർട്ടിയെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ ഒരു പൊളിറ്റിക്സിന് വലിയ സാധ്യതയൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അജണ്ടയ്ക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തു തന്നെയായാലും പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പുകളും നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് BJPയുടെ അല്ലെങ്കിൽ BJP 1-ാം സ്ഥാനത്തെത്തുമോ എന്നുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമാണ്. ഈ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇലക്ഷൻ റിസൾട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത് തന്നെ വരാൻ പോവുകയാണ്. എന്ത് തന്നെയായാലും നമുക്ക് അതെന്താണെന്ന് കണ്ടറിയാം. ഈ ഒരു ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി ശ്രീജിത്ത് പണിക്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.